ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ പ്രിലിംസിന്റെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആദ്യത്തെ പേപ്പർ വളരെ എളുപ്പത്തിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇംഗ്ലീഷിൽ അത്ര സ്ട്രോങ് അല്ലല്ലോ, കോംപ്രഹെൻഷൻ എങ്ങനെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ മാത്സ് ഭയങ്കര വീക്ക് ആണല്ലോ, ഞാൻ എങ്ങനെ പഠിച്ചോ? ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പ്രിലിംസിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ളത്. പല ആൾക്കാരും ഇതിലെ പല എലമെന്റുകളും മിസ്സാക്കുമ്പോഴാണ്, പ്രത്യേകിച്ചും പ്രാക്ടീസ് എന്ന് പറയുന്ന സ്റ്റേജ് മിസ്സാക്കുമ്പോഴാണ് പ്രിലിംസ് ഭയങ്കര ടഫായി മാറുന്നത്. ക്രാക്ക് പ്രിലിംസ് ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്, ദ അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ ഗൈഡ് എന്ന് പറയുന്നത് UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിംസിനെ നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രിലിംസിനെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രിപ്പറേഷനെ കുറിച്ച്, UPSC സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റഗ്രേഷൻ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ട്. അതായത് പ്രിലിംസിന് വേറെ, മെയിൻസിന് വേറെ, പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേറെ എന്നുള്ള രീതിയിലല്ല വേണ്ടത്. മൂന്നും ഒന്നിച്ചു ചേർന്നിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഈ ഒരു പ്രിലിംസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ പ്രിലിംസിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രിലിംസ് എക്സാമിനെ മനസ്സിൽ കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ കുറെ കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ പ്രിലിംസിന് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രിലിംസിന് 2 എക്സാംസ് ആണുള്ളത്. ആദ്യം ജനറൽ സ്റ്റഡീസ് ആണ്, അത് കഴിഞ്ഞാൽ CSAT ഉണ്ട്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിലെ മാർക്കാണ് ഇതിൽ നിങ്ങൾ കട്ട് ഓഫ് കടക്കുമോ അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ആവുമോ എന്ന് തീരുമാനിക്കുന്നത്. അതേസമയത്ത് CSAT ആണെങ്കിൽ ക്വാളിഫയിങ് ആണ്. നമ്മൾ ജസ്റ്റ് മിനിമം 66.67 മാർക്ക് 200 നേടിക്കഴിഞ്ഞാൽ CSAT ക്വാളിഫൈ ആവും. ഇപ്പൊ പ്രിലിംസിനെ നമ്മളൊരു എലിമിനേഷൻ സ്റ്റേജ് എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. അതായത് ഏകദേശം 8 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് 6 ലക്ഷത്തോളം ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന പ്രിലിംസില് ഒരു 15,000-ൽ താഴെ ആൾക്കാർ മാത്രമാണ് ക്വാളിഫൈ ചെയ്യുന്നതായിട്ടുള്ളത്. ബാക്കിയുള്ള 5,85,000 ആൾക്കാരെയും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള സ്റ്റേജ് ഒക്കെ ആയിട്ട് പ്രിലിംസിനെ കരുതി പോകുന്നുണ്ട്. ഈ പ്രിലിംസിനെ നമുക്ക് എങ്ങനെ വളരെ കോൺഫിഡൻറ്റോടെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. ഇതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് ഒന്ന് എടുത്തു നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ജനറൽ സ്റ്റഡീസിന്റെ കാര്യം നോക്കും, അതിനുശേഷം CSATന്റെ പ്രിപ്പറേഷനെ കുറിച്ചിട്ട് പറയും. അപ്പൊ നമുക്ക് ആദ്യം സിലബസ് എന്ന് എടുത്തു നോക്കാം. ഇപ്പൊ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വ്യത്യസ്ത വിഷയങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തെ തന്നെ പറയുന്നുണ്ട് വെച്ചാൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് ആണോ. അതിന് താഴെ നിങ്ങൾക്ക് എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത്തായിട്ട് നമുക്ക് ഇന്ത്യൻ പൊളിറ്റി കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ജിയോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫി, വേൾഡ് ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അടുത്തത് എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി ഉണ്ട്, എൻവി ആൻഡ് ഇക്കോളജി ഉണ്ട്. കൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്. ഇത്രയും ടോപ്പിക്കുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം പഠിക്കുക. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പ്രിലിംസിന്റെ സ്ട്രാറ്റജി. പഠിക്കുക, അതായത് സ്റ്റഡി ചെയ്യുക, റിവൈസ് ചെയ്യുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്, എക്കണോമി പഠിക്കാനുണ്ട്, ഇന്ത്യൻ പൊളിറ്റി പഠിക്കാനുണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, എൻവയോൺമെന്റ് ഇക്കോളജി, സയൻസ് ആൻഡ് ടെക്നോളജി ഇത് നമുക്ക് പ്രിലിംസിനും വേണം, മെയിൻസിനും വേണം, ഈവൻ പേഴ്സണാലിറ്റി ടെസ്റ്റിലും നിങ്ങളോട് ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, പഠിക്കുമ്പോൾ നമ്മൾ പ്രിലിംസിനും മെയിൻസിനും എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് പഠിക്കുക. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സിവിൽ സർവീസ് ആസ്പിറൻസ് യൂസ് ചെയ്യുന്ന ബുക്കുകളാണ്. പരമാവധി തെറ്റുകൾ കുറഞ്ഞിട്ടുള്ള ബുക്കുകളായിരിക്കും, മിക്കവാറും സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാക്കിയ ബുക്കുകളായിരിക്കും. ഉദാഹരണത്തിന് എക്കണോമിക്ക് രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്ക് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ജിയോഗ്രഫിക്ക് NCERT GC ലിയോങ്, ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് NCERTs യൂസ് ചെയ്യാം, ഓൾഡ് ആൻഡ് ന്യൂ NCERT ഉണ്ട്, എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിക്ക് ശങ്കർ IASന്റെ ബുക്ക് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് NCERT യൂസ് ചെയ്യാം, ഇന്റർനാഷണൽ റിലേഷൻസിന് നമ്മൾ മിനിസ്ട്രിയുടെ വെബ്സൈറ്റുകൾ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകൾ, അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക എന്നുള്ളതാണ്.
അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോച്ചിങ് എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. കോച്ചിങ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഓപ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്കുകളും NCERT-യും വെച്ചിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം എന്ന് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്ന് തോന്നുമ്പോൾ മാത്രം നിങ്ങൾ കോച്ചിങ്ങിനെ കുറിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആ വിഷയത്തിന്റെ മാത്രം ക്ലാസ്സുകൾ കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ നമുക്ക് പൊളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം വിഷയങ്ങളും പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്കുകളും NCERT-യും എടുത്തിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാ സ്റ്റാൻഡേർഡ് ബുക്കുകളും ഒന്നിച്ചു വാങ്ങണോ? വേണ്ട. ഏതാണോ നിങ്ങൾ ആദ്യം പഠിക്കുന്നത് ആ സ്റ്റാൻഡേർഡ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം 1 by 1 എന്നുള്ള രീതിയിൽ പോകുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ബുക്കുകളുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം കറണ്ട് അഫയേഴ്സിന് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. കറണ്ട് അഫയേഴ്സിനെ നമ്മൾ പ്രധാനമായിട്ടും ന്യൂസ് പേപ്പേഴ്സിനെയാണ് ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സിന് നിങ്ങൾക്ക് ഒന്നിക്കൽ ദ ഹിന്ദു ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഇന്ത്യൻ എക്സ്പ്രസ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ഫോളോ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും ന്യൂസുകൾ മുഴുവൻ നമ്മുടെ പേപ്പർ പത്രത്തിൽ വരുന്നത് കുറവാണ്. എല്ലാ ചാനലുകൾക്കും അല്ലെങ്കിൽ എല്ലാ ന്യൂസ് പേപ്പർ വെബുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവരിപ്പോൾ മിക്കവാറും അവരുടെ ഡിജിറ്റൽ എഡിഷൻ എന്ന് പറയുന്ന ഒരു വേർഷൻ കൂടി നൽകുന്നുണ്ട്. ഡിജിറ്റൽ വേർഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ദിവസം 100 വാർത്തകൾ ഉണ്ടെങ്കിൽ ആ 100 വാർത്തയിലെ ഒരു 30-40 വാർത്തകളാണ് നമുക്ക് പേപ്പറിലെങ്കിൽ ശേഷിക്കുന്ന 60ഓളം വാർത്തകൾ നമുക്ക് ഡിജിറ്റൽ എഡിഷനിലാണ് കാണാൻ പറ്റുക. ഈ 100 വാർത്തകളും UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവന്റ് ആയിരിക്കില്ല, പക്ഷെ നമ്മൾക്ക് അതിൽ റിലവന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ വേർഷനിൽ വന്ന വാർത്തകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്താ ചാനലുകളുടെ അല്ലെങ്കിൽ പത്രങ്ങളുടെ ഡിജിറ്റൽ വേർഷൻ കൂടി നമ്മൾ ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുക, വേറെ സോഴ്സസിനെ ഒന്നും നോക്കണം. ന്യൂസ് പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വരുന്നതാണ്. അതിൽ കൃത്യമായിട്ട് സോഴ്സസിനെ സംബന്ധിച്ചും മറ്റുമൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ ജസ്റ്റ് ന്യൂസ് പേപ്പറിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അവയുടെ ഡിജിറ്റൽ വേർഷനെയും കൂടെ ഏതെങ്കിലും ഒരു പത്രം അതിന്റെ ഡിജിറ്റൽ വേർഷനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് സ്റ്റാൻഡേർഡ് ബുക്സും കറണ്ട് അഫയേഴ്സും കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് നമ്മുടെ പ്രാക്ടീസ് പോർഷൻ അല്ലേ. അപ്പൊ പ്രാക്ടീസ് ആണ് പ്രിലിംസിന്റെ കോർ ഐഡിയ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ പ്രാക്ടീസ് പോർഷനിൽ ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്രീവിയസ് UPSCയുടെ മുൻകാല ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് മോർ MCQസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു 10 മുതൽ 15 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ ദിവസവും ഓരോ ഡേയിലും നിങ്ങളുടെ പ്രിലിംസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്കുകൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻ പഠിക്കാനുണ്ടാവും. NCERT അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്ക് ആയിട്ടുള്ള പോർഷനാണ് സ്റ്റാറ്റിക് പോർഷൻ എന്ന് വിളിക്കുന്നത്, കാരണം ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും പഠിക്കാനുണ്ടാവും. അതായത് ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സും പഠിക്കാനുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ പഠിക്കണം, ഇതിന്റെയൊക്കെ നോട്ടുകൾ ഉണ്ടാക്കണം. കാരണം പിന്നീട് നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടുകളാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പൊ നോട്ടുകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ 10 മുതൽ 15 MCQs ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് പോർഷൻ നിങ്ങൾ അന്ന് പഠിച്ച ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു 5 ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് അന്ന് പഠിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒരു 5 ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു 15 ചോദ്യങ്ങളെങ്കിലും ചെയ്യുവാണെങ്കിൽ 300 ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 15 ഏകദേശം 4500 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന് മുന്നേ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിയിൽ പ്രിലിംസിന്റെ സ്ട്രാറ്റജിയിൽ മിനിമം 4000 ചോദ്യം എന്നാണ്, 4500 ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇത്രയെല്ലാം പഠിച്ചിട്ടും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം ഓർത്തു വെക്കുക. അതായത് UPSC സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് 3 കാറ്റഗറിയിലേക്കായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നോളജ് ഉള്ള, നിങ്ങൾ ഓൾറെഡി പഠിച്ചത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഈസി ക്വസ്റ്റ്യൻസ് വിളിക്കുക. ഈ ഈസി ക്വസ്റ്റ്യൻസ് ഒരു 30 മുതൽ 35 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
മറിച്ച് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇതിന് നിങ്ങൾക്ക് ഒരു പാർഷ്യൽ നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഭാഗികമായിട്ടുള്ള വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം എന്ന് ഉറപ്പില്ല, എത്താൻ ശ്രമിക്കാൻ പറ്റും. മൂന്നാമത്തത് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നോ നോളജ്, അറിവ്, ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ആക്ച്വലി ഈ ഒരു ഈസി ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതായത് 100 എണ്ണത്തിൽ 30 35. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അതിലത്തെ ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മറിച്ച് UPSCയുടെ പ്രിലിംസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഈ 35 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% ശരിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 70 മാർക്കേ കിട്ടുള്ളൂ. ഈ 70 മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രിലിംസ് പാസ്സാവാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ പ്രിലിംസ് പാസ്സാവുക? നിങ്ങൾക്ക് മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസും ടഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പാർഷ്യൽ നോളജ് ഉള്ള ക്വസ്റ്റ്യൻസും നോ നോളജ് ഉള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും അതിനെ ശരിയാക്കാനും പറ്റേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെയാ പറ്റുക? അതിന് പ്രാക്ടീസ് ആണ് വഴി. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓർത്തു വെക്കുക, പ്രിലിംസിന് ഈ ഒരു ഏരിയയിലാണ് പ്രാക്ടീസ് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം. അപ്പൊ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെയിലി 15 ക്വസ്റ്റ്യൻസ്, അതിൽ 5 എണ്ണം സ്റ്റാറ്റിക് ആണ്, അത് നിങ്ങൾക്ക് അത്യാവശ്യം കിട്ടും. 5 എണ്ണം കറണ്ട് അഫയേഴ്സ് ആണ്, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിനുശേഷം 5 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ്, മുൻകാല പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2010 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, നിങ്ങൾ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും. അതായത് പ്യുവർലി നോ നോളജ് ക്വസ്റ്റനോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും ചെറിയ ഇൻഫർമേഷൻ ഉള്ള പാർഷ്യൽ നോളജ് ക്വസ്റ്റനോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത്തരം ചോദ്യങ്ങളെയും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറിയാത്ത ചോദ്യങ്ങളെയും അറ്റൻഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. ആ തുടക്കത്തില് നിങ്ങൾക്ക് പറ്റണമെന്നില്ല, ഈ 5 എണ്ണത്തിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല, 5 എണ്ണത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാം. പക്ഷെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ ഒരു 10 20 30 60 100 ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇത്തരം ചോദ്യങ്ങളെയും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ആവും. നിങ്ങൾ അതിന് ശ്രമിക്കുകയാണെങ്കിൽ ആ എബിലിറ്റി ഡെവലപ്പായി, ആ എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസും ടഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ അറ്റംപ്റ്റുകൾ 60 to 70 റേഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓർത്തു വെക്കുക, സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രാക്ടീസ് ക്രൈറ്റീരിയ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഏകദേശം 4000-4500 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ പ്രിലിംസിന് ടെസ്റ്റ് സീരീസ് എഴുതേണ്ടതായിട്ടുള്ളത്. ഓർത്തു വെക്കുക, ടെസ്റ്റ് സീരീസ് എഴുതുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ 4000 ചോദ്യം ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇനി ടെസ്റ്റ് സീരീസ് വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ടെസ്റ്റ് സീരീസ് മാൻഡേറ്ററി ആണ്. എന്തുകൊണ്ടാണ് മാൻഡേറ്ററി? നിങ്ങൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട്, നിങ്ങൾ ഇതുവരെ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു എക്സാമിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ ശരിയാക്കും, കുറെ കാര്യങ്ങൾ തെറ്റിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റുകൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് തെറ്റുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ തെറ്റുകളെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ തുടക്കത്തില് നിങ്ങൾക്ക് തെറ്റുകൾ വളരെ കൂടുതലായിരിക്കും. ഈ തെറ്റുകളെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് പ്രിലിംസ് എക്സാമിന് പോകാൻ വേണ്ടി പറ്റുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഓരോ ടെസ്റ്റ് സീരീസിലെ ഓരോ ടെസ്റ്റുകൾ കഴിഞ്ഞാലും നിങ്ങളുടെ ആൻസേഴ്സിനെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എവിടെയാണ് തെറ്റുന്നത്, എങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത ചോദ്യം തെറ്റിപ്പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത്തരത്തിൽ നിങ്ങൾ കണ്ടെത്തുന്ന തെറ്റുകളെ കുറച്ച് കൊണ്ടുവരികയും നിങ്ങൾ ഒരു 70 to 80 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതിൽ തന്നെ 80% ചോദ്യങ്ങൾ ശരിയാവുന്ന ഒരു നിലയിലേക്ക്, അതായത് 80% ആക്യുറസി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ പ്രിലിംസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് റെഡിയായി, അല്ലെങ്കിൽ പ്രിലിംസിന് റെഡിയായി എന്ന് പറയാൻ പറ്റുക. അപ്പം നമ്മൾ തുടങ്ങിയ ദിവസം മുതൽ 4300 ദിവസം കൊണ്ട് 4500 ചോദ്യം ചെയ്ത് അതിനുശേഷം 2-3 മാസത്തിലെ ടെസ്റ്റ് സീരീസ് എഴുതി ഈ ഒരു 70 to 80 ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അതിൽ 80% ആക്യുറസി നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തിയാൽ മാത്രമാണ് നിങ്ങൾ പ്രിലിംസിന് റെഡിയായി എന്ന് പറയാൻ വേണ്ടി പറ്റുക.
അപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തു വരേണ്ടത് എന്നുള്ളത്. ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ പ്രിലിംസിന്റെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ആദ്യത്തെ പേപ്പർ വളരെ എളുപ്പത്തിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണം. അതിന് നിങ്ങൾ ഡേ 1 മുതൽ എഫേർട്ട് എടുത്ത് തുടങ്ങണം. അതായത് ഡേ 1 മുതൽ നിങ്ങൾ തുടങ്ങിയെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡേ മന്ത് 12 ആവുമ്പോഴത്തേക്കും ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുക. ഇതാണ് ജനറൽ സ്റ്റഡീസ് 1 പേപ്പറിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതാണ് CSAT എന്ന് പറയുന്നത്. CSAT എന്ന് പറയുന്നത് പല ആൾക്കാരും വളരെ സില്ലി ആയിട്ട് എടുക്കുന്ന ഒരു പേപ്പറാണ്. പ്രത്യേകിച്ചും അവസാനത്തെ 2-3 മാസത്തിൽ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നതാണ്. അപ്പൊ ഇത് വളരെ സില്ലി ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇത് ക്ലിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്കും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ CSATനും ഡേ 1 മുതൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ CSATനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. ന്യൂമറിക്കൽ ടൈപ്പ് ഉണ്ട്, അനലിറ്റിക്കൽ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ ടൈപ്പ് ഉണ്ട്. അപ്പൊ പല ആൾക്കാരും ചെയ്യാന്ന് വെച്ചാൽ അവർ ന്യൂമറിക്കലിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അതായത് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ കണക്കുകൾ കൂട്ടുന്നതിൽ സ്ട്രോങ് ആയിരിക്കും, അനലിറ്റിക്കൽ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതായത് പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുന്ന ചോദ്യത്തിൽ വീക്ക് ആയിരിക്കും. അപ്പൊ അവർ വിചാരിക്കും കോംപ്രഹെൻഷൻ ശ്രദ്ധിക്കേണ്ട, കാരണം ഇതിൽ നിന്ന് ഇത് ക്വാളിഫയിങ് പേപ്പർ ആണ്, നമുക്കൊരു 66.67 മാർക്ക് മതി, ഏകദേശം ഒരു 40 ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേഫ് ആണ്, 100 മാർക്ക് 100% ആക്യുറസിയിൽ 100 മാർക്ക് കിട്ടും എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ ഓർത്ത് വെക്കുക, UPSC സിവിൽ സർവീസ് എക്സാമിന്റെ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ചില വർഷം നിങ്ങൾ ന്യൂമറിക്കലും അനലിറ്റിക്കലും ഫോക്കസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അത് രണ്ട് ഭയങ്കര ടഫായി പോകും, കോംപ്രഹെൻഷൻ എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സ്വാഭാവികമായിട്ടും നിങ്ങൾ CSATൽ അങ്ങ് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക, ഇവിടെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ മുന്നിൽ തരുമ്പോൾ നമ്മൾ ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും ഈക്വലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് ഓർത്ത് വെക്കണം. അതായത് ഒരു പേപ്പറിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെയും ഒഴിവാക്കാതെ ഈക്വലി പ്രിപ്പയർഡ് ആയിരിക്കണം ന്യൂമറിക്കലിലും അനലിറ്റിക്കലിലും കോംപ്രഹെൻഷനും. ഇൻ കേസ് കോംപ്രഹെൻഷൻ ടഫ് ആണെങ്കിൽ നമുക്കത് ന്യൂമറിക്കലിലും അനലിറ്റിക്കലിലും മാർക്ക് നേടാൻ പറ്റണം. ഇൻ കേസ് ന്യൂമറിക്കലും അനലിറ്റിക്കലും ടഫ് ആണെങ്കിൽ കോംപ്രഹെൻഷനിൽ നമുക്ക് മാർക്ക് നേടാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇംഗ്ലീഷിൽ അത്ര സ്ട്രോങ് അല്ലല്ലോ, കോംപ്രഹെൻഷൻ എങ്ങനെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ മാത്സ് ഭയങ്കര വീക്ക് ആണല്ലോ, ഞാൻ എങ്ങനെ പഠിച്ചോ? നിങ്ങളുടെ മുന്നിൽ 1 ഇയർ ടൈം ഉണ്ട്, 1 വർഷം സമയമുണ്ട്. ഈ 1 വർഷം സമയം കൊണ്ട് നിങ്ങൾ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇതിനാകെ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം 3 ചോദ്യങ്ങൾ, ഒരു ന്യൂമറിക്കലിന്റെ ചോദ്യം, ഒരു അനലിറ്റിക്കലിന്റെ ചോദ്യം, ഒരു കോംപ്രഹെൻഷന്റെ ചോദ്യം ചെയ്തു പോയാൽ മതി. അപ്പൊ 300 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം 900 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് 300 കോംപ്രഹെൻഷൻ ചെയ്തു, 300 അനലിറ്റിക്കൽ ചെയ്തു, 300 ന്യൂമറിക്കൽ ചെയ്തു, സഫീഷ്യന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 900 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന് മുന്നേ ചെയ്തിട്ടുണ്ടാവണം. ഇനി പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ അതിലൊരു മിനിമം 5 മുതൽ 6 വരെ CSATന്റെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ വീണ്ടും നിങ്ങൾ ഒരു 400ഓളം ചോദ്യങ്ങൾ വീണ്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് CSATൽ മാർക്കുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ CSATന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക, ഇത് ഡേ 1 മുതൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഡേ 1 മുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാത്സിൽ വീക്കാണ്, കോംപ്രഹെൻഷനിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അവസാനത്തെ 2-3 മാസത്തിൽ ആണ് നിങ്ങൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്, നമ്മൾ റിവിഷനിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡേ 1 മുതൽ അതിന്റെ ഓരോ സ്റ്റേജിനും വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പൊ CSATന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പൊ ഇൻ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് ഉണ്ട്, CSAT ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടും ഡേ 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫൗണ്ടേഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ക്രാക്ക് ചെയ്യാനുള്ള ഏക സൊല്യൂഷൻ പ്രാക്ടീസ് ആണ്. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് നന്നായിട്ട് പഠിക്കണം, പഠിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യണം. ഈ റിവിഷൻ ചെയ്യുക, ഇതിന്റെ എല്ലാം നോട്ടൊക്കെ ഉണ്ടാവണം, ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റിവിഷൻ ചെയ്തിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ദിവസവും നമുക്ക് പ്രിലിംസിന്റെ ടാർഗറ്റുകൾ ഉണ്ടാവണം. ഓരോ ദിവസവും നമുക്ക് പ്രിലിംസിന്റെ ജനറൽ സ്റ്റഡീസിനും CSATനും ടാർഗറ്റുകൾ ഉണ്ടാവണം. ആ ടാർഗറ്റുകൾ പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ 300 ദിവസം കടന്നു പോകുമ്പോഴത്തേക്കും നിങ്ങൾ ജനറൽ സ്റ്റഡീസിനും അതുപോലെ തന്നെ CSATനും റെഡി ആയിരിക്കും. പിന്നെ ടെസ്റ്റ് സീരീസ് എഴുതി നിങ്ങളുടെ ആ ഒരു ആയുധത്തിന്റെ മൂർച്ച ഒന്ന് കൂട്ടുക. അതിനുശേഷം നിങ്ങൾ
പ്രിലിംസ് എന്ന് പറയുന്ന ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി എക്യുപ്ഡ് ആയിരിക്കും. നേരെ എക്സാം ഹാളിൽ പോവുക, എഴുതുക, കോൺഫിഡന്റ് ആയിട്ട് തിരിച്ചു വരിക, മെയിൻസിനുള്ള പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പ്രിലിംസിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ളത്. പല ആൾക്കാരും ഇതിലെ പല എലമെന്റുകളും മിസ്സാക്കുമ്പോഴാണ്, പ്രത്യേകിച്ചും പ്രാക്ടീസ് എന്ന് പറയുന്ന സ്റ്റേജ് മിസ്സാക്കുമ്പോഴാണ് പ്രിലിംസ് ഭയങ്കര ടഫായി മാറുന്നത്. പലപ്പോഴും പറയും ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതായത് ഈസിയുള്ള 30-35 ചോദ്യം എല്ലാവർക്കും കിട്ടും, അതിനുകൊണ്ട് പാസ്സാവില്ല. ബാക്കിയുള്ള ചോദ്യങ്ങൾ, ടഫായിട്ടുള്ള മീഡിയം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡേ 1 മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുക ഒരു കേക്ക് വോക്ക് ആയിരിക്കും എന്നോട് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓൾറെഡി പറയുന്നത് പോലെ തന്നെ ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ UPSCയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലേണേഴ്സുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ ഫ്രീ ആയിട്ടുള്ള 1-to-1 മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1-to-1 മെന്റർഷിപ്പിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റിലും നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ലേണേഴ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. ലേണേഴ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യും. ആ സ്ലോട്ടിൽ നമ്മൾ ഇതേപോലെ 1-to-1 ആയിട്ട് ഇരുന്നുകൊണ്ട് പരസ്പരം സംസാരിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രിപ്പറേഷനെ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് ആ പേഴ്സണൽ ലെവലിൽ നമ്മൾ ഈ ഒരു മെന്റർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആവശ്യമെങ്കിൽ ഈ ഒരു ലിങ്കിൽ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മെന്റർഷിപ്പ് അവൈൽ ചെയ്യാവുന്നത് ആണ്.